നമസ്കാരം. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ 16 മാസത്തിനിടെ ഇരു നേതാക്കളും നേരിട്ട് കാണുന്നത് ഇതാദ്യമായാണ്. ഉൽപ്പന്ന നികുതിയെ ചൊല്ലി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ മാസങ്ങളായി തർക്കങ്ങൾ നിലനിൽക്കവേ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പുതിയ വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന സൂചനകൾക്കിടയിലാണ് ഈ സുപ്രധാന കൂടിക്കാഴ്ച. ഉച്ചകോടി നടക്കുന്ന ഹാളിൽ വെച്ച് പുഞ്ചിരിയോടെ പരസ്പരം കൈകൊടുത്തും തോളിൽ തട്ടിയുമാണ് ഇരുവരും സൗഹൃദം പുതുക്കിയത്. സാധാരണയായി ഇരുവരും തമ്മിൽ ആലിംഗനം ചെയ്തായിരുന്നു പരസ്പരം സ്വാഗതം ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് അതിന് വിപരീതമായിരുന്നു സ്ഥിതിഗതികൾ. സമ്മേളനത്തിൽ ട്രംപിന്റെ തൊട്ടടുത്ത സീറ്റിലാണ് പ്രധാനമന്ത്രി മോദി ഇരുന്നത്. ചർച്ചകൾക്കിടയിൽ മോദിയുടെ അടുത്തിരുന്ന് ട്രംപ് ഇരു കൈകളുടെയും തള്ളവിരൽ ഉയർത്തി സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഉച്ചകോടിയുടെ ഔദ്യോഗിക സെഷൻ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. ലോക നേതാക്കൾ കോൺഫറൻസ് ടേബിളിന് ചുറ്റും ഒത്തുകൂടിയപ്പോൾ വെള്ളക്കുർത്തയും പൈജാമയും ഒപ്പം ഇരുണ്ട സ്ലീവ്ലെസ് ജാക്കറ്റും ധരിച്ച പ്രധാനമന്ത്രി മോദി തനിക്കായി നിശ്ചയിച്ചിരുന്ന സീറ്റിലേക്ക് നടന്നു നീങ്ങി. ഈ സമയം നേവി സ്യൂട്ടും ചുവന്ന ടൈയും ധരിച്ച ട്രംപ് മോദിയുടെ അടുത്തേക്ക് തിരിഞ്ഞു. ഇരു നേതാക്കളും പുഞ്ചിരിയോടെ കൈകൊടുക്കുകയും പരസ്പരം സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് മോദി തന്റെ സീറ്റിലിരിക്കുമ്പോൾ ട്രംപ് അദ്ദേഹത്തിന്റെ കയ്യിൽ പതുക്കെ തട്ടി സ്നേഹം പ്രകടിപ്പിച്ചു. മീറ്റിംഗ് ഹാളിലെ തിരക്കുകൾക്കിടയിൽ ഇരു നേതാക്കളും വളരെ ശാന്തരും സന്തുഷ്ടരുമായിട്ടാണ് കാണപ്പെട്ടത്. G7 ഉച്ചകോടിയിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു ഈ മോദി ട്രംപ് കൂടിക്കാഴ്ച. 2025 ഫെബ്രുവരിയിൽ ട്രംപ് രണ്ടാമതും അധികാരമേറ്റതിന് പിന്നാലെ പ്രധാനമന്ത്രി മോദി വാഷിംഗ്ടൺ സന്ദർശിച്ചിരുന്നു. അതിനുശേഷം ഇരുവരും നേരിട്ട് കാണുന്നത് ഇതാദ്യമായിട്ടാണ്. ഓപ്പറേഷൻ സിന്ദൂർ വെടിനിർത്തൽ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങളും ഇന്ത്യൻ കയറ്റുമതിയെ ലക്ഷ്യമിട്ടുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നികുതി നയങ്ങളും കാരണം ഇന്ത്യ-US ബന്ധത്തിൽ സമീപമാസങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഇന്ത്യ G7 ഔദ്യോഗികമായി അംഗമല്ലെങ്കിലും ആഗോളതലത്തിൽ രാജ്യത്തിനുള്ള പ്രാധാന്യം കണക്കിലെടുത്ത് തുടർച്ചയായ 7ാം തവണയാണ് മോദി ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. സന്ദർശനത്തിനിടെ ബ്രിട്ടൻ, കാനഡ, UAE എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായും മോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വികസ്വര രാജ്യങ്ങളുടെ പ്രശ്നങ്ങളും ആശങ്കകളും ലോകവേദിയിൽ ഉന്നയിക്കാനാണ് ഇന്ത്യ ഈ അവസരം ഉപയോഗിക്കുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് പ്രധാനമന്ത്രി മോദി എവിയാനയിൽ എത്തിയത്. ആഗോള ചർച്ചകളിൽ ഇന്ത്യയുടെ വളർന്നു വരുന്ന പ്രാധാന്യം അടിവരയിടുന്നതാണ് G7 ഉച്ചകോടിയിൽ മോദിയുടെ തുടർച്ചയായ 7ാം പങ്കാളിത്തം. ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി മോദിക്ക് നിരവധി സുപ്രധാന നയതന്ത്ര ചർച്ചകളാണുള്ളത്. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പരസ്പര ബന്ധം ശക്തമാക്കുന്നതിനൊപ്പം പ്രാദേശിക ആഗോള വിഷയങ്ങളും ചർച്ചകളിൽ ഉയർന്നു വരും. തുടർന്ന് വൈകുന്നേരം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഒരുക്കുന്ന വിരുന്നിലും അദ്ദേഹം പങ്കെടുക്കും. ആഗോള സാമ്പത്തിക സ്ഥിരത, ഊർജ്ജ സുരക്ഷ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, യുക്രൈനിലെയും മിഡിൽ ഈസ്റ്റിലെയും യുദ്ധങ്ങൾ, മറ്റ് ഭൗമരാഷ്ട്രീയ സംഭവ വികാസങ്ങൾ എന്നിവയാണ് ഇത്തവണത്തെ G7 ഉച്ചകോടിയുടെ പ്രധാന അജണ്ടകൾ. വികസ്വര രാജ്യങ്ങളുടെ ആശങ്കകൾ ലോകവേദിയിൽ ഉന്നയിക്കാനും അവർ നേരിടുന്ന പ്രശ്നങ്ങളിൽ വലിയ സഹകരണം ഉറപ്പാക്കാനും ഇന്ത്യ ഈ വേദി ഉപയോഗിക്കും. അതേസമയം നേരത്തെ വിധേയനായ ഒരു ഭൃത്യനെ പോലെ ട്രംപിന്റെ ഉത്തരവുകൾ അനുസരിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്യുന്നതെന്നായിരുന്നു കോൺഗ്രസ് പരിഹസിച്ചിരുന്നത്. 3 ഇന്ത്യൻ നാവികർ അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരൊറ്റ ഖേദപ്രകടനമോ മാപ്പോ പറയാൻ അമേരിക്ക തയ്യാറായിട്ടില്ല. അതിനു പകരം അവർ ഇന്ത്യക്ക് മേൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയാണ്. അമേരിക്കൻ സൈനിക ഉത്തരവുകൾ ഉടനടി അനുസരിക്കുക, ഒരു ലംഘനവും വെച്ചു പൊറുപ്പിക്കില്ല തുടങ്ങിയവയാണ് അവരുടെ വാക്കുകൾ. ഒരു പരമാധികാര രാജ്യം ഒരിക്കലും ഇത്തരം ഭാഷകൾ സഹിക്കില്ല. എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം മൗനത്തിലാണ്. ഒരു വിധേയനായ ഭൃത്യനെ പോലെ അദ്ദേഹം ആ ഉത്തരവുകൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നുവെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം.